അസ്സലാമു അലൈക്കും. നമസ്കാരം. സജീസ് ഹോം കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവും പരിശുദ്ധ റമളാനും എല്ലാം ഒന്നിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിഷുവിനൊരു പായസം ഉണ്ടാക്കാം. ടോഫി ചേർത്തിട്ടുള്ള ഒരു പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് വിഷു വിശേഷങ്ങളും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിഷുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വിഷുക്കൈനീട്ടം കിട്ടും. അതായിരുന്നു ചെറുപ്പത്തിലുള്ള ഏറ്റവും വലിയ വിഷു എന്ന് പറയുമ്പോൾ വിഷുക്കൈനീട്ടം. അതല്ല ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ വിഷുവിൻ്റെ അന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിഷുക്കൈനീട്ടം തരും. അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട വളയോ മുത്തോ സ്ലൈഡോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കും. വിഷുക്കാലം എല്ലാ ഫലവൃക്ഷങ്ങളും വിളഞ്ഞ് പാകമാകുന്ന സമയമാണ്. സ്കൂളടപ്പ് കഴിയുമ്പോഴത്തേക്ക് കളിച്ച് ഈ നെല്ലുകണ്ടത്തിലേക്ക് കളിയും ബഹളമൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ വാഴ കൊലച്ച് നിൽക്കുന്നു, നെല്ല് വിളഞ്ഞു കിടക്കുന്നു. അതേപോലെ തന്നെ മാങ്ങ, ഇതൊക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയ്യെത്തി നമുക്ക് പറിക്കാം, അതേപോലെ കിടക്കുകയാണ്. മാങ്ങ, മുരിങ്ങയ്ക്ക, ചക്ക, എല്ലാ ഫലങ്ങളും പാകമാകുന്ന ഒരു കാലമല്ലേ വിഷുക്കാലം. ഒരു ഉത്സവ കാലവും കൂടെ. ഇപ്രാവശ്യമാണെങ്കിൽ നമുക്ക് റമളാനും കൂടെ ഒത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വർഷം ആശംസിക്കുന്നു. റംബുട്ടാൻ പൂത്ത് നിൽക്കുകയാണ്, പൂത്ത് കാ പിടിച്ചു. അപ്പോൾ എല്ലാവിധത്തിലും ഫലവർഗ്ഗങ്ങൾ എല്ലാം പാകമാകുന്ന ഒരു കാലമാണ് വിഷുക്കാലം. അപ്പം നമുക്ക് വിഷുവിനൊരു പായസവും കൂടി വെക്കാം. ചക്കയൊക്കെ നല്ല ഇതായിട്ട് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. നമുക്ക് സേമിയ പായസത്തിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് സേമിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്തതല്ല, നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്, 3/4 കപ്പ് പഞ്ചസാര, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി. ഇത് ഞാനിവിടെ ഉണക്കിയെടുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരി, കുരുവില്ലാത്ത മുന്തിരി ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. നമുക്ക് നെയ്യ് വേണം, ഏലക്കാപ്പൊടി വേണം. ഇത് ഇത്രയുമാണ്. നമ്മൾ ഇതുണ്ടാക്കാൻ സേമിയ പായസം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ടോഫി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ടോഫി ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറും മണവും രുചിയും എല്ലാം മാറും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം.
നമ്മളിതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ടോഫി ഉണ്ടാക്കിയിട്ട് വരാം. ഇനി നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കണം. ചെറിയ തീയിലിടാനുള്ള തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. പഞ്ചസാര മെൽറ്റാകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഇളക്കുക ഒന്നും ചെയ്യണ്ട. നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് സ്പൂണിനൊന്ന് ഇളക്കാം. കളറൊക്കെ മാറി വരുന്നുണ്ട്, കണ്ടോ? ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഇപ്പം നന്നായിട്ട് മെൽറ്റായി, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. തീ കൂട്ടി വെക്കരുത്, തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് സാധാരണ ടോഫി ഉണ്ടാക്കാൻ നമ്മൾ പ്രഷർ കുക്കറിൻ്റെ അകത്ത് വെച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അത് പിന്നെ തണുത്തൊക്കെ ഒത്തിരി താമസമാണ്. ഇത് നമുക്കൊരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഈ കളർ മതി. ഇനി നമ്മൾ അങ്ങ് അടുപ്പ് ഓഫാക്കുകയോ അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റുകയോ. ഞാനിപ്പോൾ ഇവിടെ ഓഫാക്കുകയാണേ. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് നന്നായിട്ട് ഇതിലങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കളറും മാറി, രുചിയും മാറി, മണവും മാറി. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാധാരണ നമ്മൾ ഞാനൊക്കെ ഇതിനു മുമ്പൊക്കെ ചെയ്യുന്നത് പായസത്തിലേക്ക് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു വേറൊരു രുചിയായത്. അതാ നന്നായിട്ട് ഇത് മെൽറ്റാക്കി ചെറിയ തീയിൽ നമ്മൾ പിന്നെ ചെറിയ തീ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മെൽറ്റാക്കി എടുത്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം. ഒരു ഗോൾഡൻ കളറായില്ലേ? അപ്പോൾ നമ്മുടെ ടോഫി ഇവിടെ റെഡിയായി. നമുക്കിനി ഇത് പായസത്തിലേക്ക് ഒഴിക്കാം. നമ്മുടെ ടോഫി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കുകയാണേ. അപ്പോൾ ദാണ്ട കളറൊക്കെ മാറിയില്ലേ? നമ്മുടെ പായസം ഇവിടെ ടോഫി ചേർത്ത പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് പകരാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്നും ഈ ടോഫിയുടെ ടേസ്റ്റ് അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മുടെ ടോഫി ചേർത്ത സേമിയ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ, മറക്കല്ലേ.